ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ്. സോ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഇത്തിരി ലേറ്റായി, പക്ഷേ റിസൾട്ട് നേരത്തെ കൂടി അങ്ങ് കിട്ടിയിട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണമല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് റിവ്യൂസൊക്കെ ഒരുപാട് ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെ നേരത്തെ കൂട്ടി അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ വാങ്ങിക്കാൻ ഇച്ചിരി ലേറ്റായി. യൂസ് ചെയ്ത് വാങ്ങിച്ച് അതിൻ്റെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ലേറ്റായി. റിസൾട്ട് കിട്ടാൻ ലേറ്റ് ആയതല്ല, ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ആ ഒരു കാലയളവ് എടുക്കാൻ ഇച്ചിരി കാലതാമസപ്പെട്ടതുകൊണ്ട് മാത്രമാണ് റിവ്യൂ ഇടാൻ ലേറ്റ് ആയത്. എന്തൊക്കെയാണെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഗുഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ചാനലിൻ്റെ നെയിം ഓൾറെഡി മൂവിങ് ട്രെൻഡ്സ് എന്നാണ്. ഒരുപാട് വർഷം മുന്നേ ഇട്ടിട്ടുള്ളതാണ്. ഒരുപാട് വർഷം എന്ന് വെച്ചാൽ ഒരു 4 years ബാക്ക് ആയിട്ട് ഞാൻ ഇട്ടിട്ടുള്ളൊരു നെയിമാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. ചാനൽ തുടങ്ങുന്ന ഒരു ടൈമിലെന്ന് വെച്ചാൽ വലിയ ചാനൽ നെയിമിനൊന്നും വലിയ കരുതയിൽ അറിയുന്നുണ്ടായിരുന്നില്ല. ഓൾറെഡി എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ധാരണയിൽ കിട്ടതാണ്. ആരും സജസ്റ്റ് ചെയ്തതല്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു നെയിമാണ് മൂവിങ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്കത് ഒന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാനത് ഇൻസ്റ്റയിൽ സ്റ്റോറി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് ചാനലിൻ്റെ നെയിം ഒന്ന് മാറ്റണമെന്നുണ്ട്. അപ്പോൾ ചാനലിലെ നെയിം മാറ്റുന്നുണ്ടെന്ന് കരുതിയിട്ട് ചാനലിലെ ആളൊന്നും മാറുന്നില്ല, ചാനലിലെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും മാറുന്നില്ല. ജസ്റ്റ് നെയിം മാത്രമാണ് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അത് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ അറിയിച്ചു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് വലിച്ച് നീട്ടുന്നില്ല. ചാനൽ നെയിം ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഫാമിലിയിലൊന്ന് അറിയിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. പിന്നെ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്താണെന്ന് തീർച്ചയായിട്ടും കാണാം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹെയർ കെയറിങ് അല്ല, ഹെയറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ബോട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി കത്തി കാണുമെന്ന് വിചാരിക്കും. കത്തും എന്നെനിക്കറിയാം. ഞാൻ സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ ഹെയറിലൊന്നും പ്രോപ്പറായിട്ട് ഒന്നും യൂസ് ചെയ്യാറില്ല. ഓൾറെഡി യൂസ് ചെയ്യുന്ന നല്ല ഷാമ്പൂസ് ഉണ്ടെങ്കിൽ, നല്ല കണ്ടീഷണർ ഉണ്ടെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യും. പോരാത്തിന് നമ്മുടെ വീട്ടിലുള്ള അല്ലറ ചില്ലറ കുഞ്ഞു പൊടിക്കൈകളൊക്കെ മാത്രമാണ് ഞാൻ ഹെയറിൽ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ രീതിക്ക് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്ത ഒരു ഒറ്റ പ്രൊഡക്റ്റാണ് ഈ ഒറ്റ പ്രൊഡക്റ്റ് അല്ല, ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് റോസ്മേരി വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ്. ആൽഫ ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടറാണ്. ഞാൻ യൂസ് ചെയ്ത റോസ്മേരി വാട്ടർ എന്ന് പറഞ്ഞത് ആൽഫ ഗുഡ്നസിൻ്റെയാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 225 രൂപയാണ്. 180 രൂപ, 160 രൂപ ആ റേറ്റിലൊക്കെ നമുക്ക് എന്തായാലും ഓഫർ പ്രൈസിൽ കിട്ടും. ഞാൻ ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്നുള്ള സെയിലിൽ കൊടുത്തേക്കാം കേട്ടോ. 100 ml ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ബോട്ടിൽ വരുന്നത്. ഇത് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരുപാട് സിമ്പിളാണ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇതിനകത്ത് ഈ സൈഡിലൊരു ബട്ടൺ ഉണ്ട് കേട്ടോ. ഒരു സൗണ്ടൊക്കെ കേൾക്കും. അതുപോലെ ഇങ്ങോട്ടും അങ്ങോട്ട് പ്രസ് ചെയ്യുക. ഇങ്ങോട്ട് പ്രസ് ചെയ്താൽ ഓപ്പൺ ആവും, അങ്ങോട്ട് പ്രസ് ചെയ്താൽ ക്ലോസ് ആവും. അതുപോലെ തന്നെ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇതിൽ ലീക്കേജും കാര്യങ്ങളൊന്നും ആവില്ല. ഒരുപക്ഷെ ഞാനായിരിക്കും ഇതിൻ്റെ ഏറ്റവും ലേറ്റ് ആയിട്ട് റിവ്യൂ ചെയ്യുന്ന വ്യക്തി. കാരണം ഇത് യൂസ് ചെയ്യാനുള്ള ആ ഒരു കാലയളവ് കുറച്ചധികം താമസിച്ച കാരണം വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് വേണ്ടേ നിങ്ങൾക്ക് റിസൾട്ട് പറയണമെങ്കിൽ. അറ്റ്ലീസ്റ്റ് ഒരു 3 months എങ്കിലും യൂസ് ചെയ്തിട്ട് വേണമല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. എനിക്ക് ആ ഒരു കാലയളവ് എടുക്കാൻ ഇച്ചിരി താമസിച്ചുകൊണ്ടാണ് റിവ്യൂ ലേറ്റ് ആയത് കേട്ടോ. ഇനിയിപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർ റിവ്യൂസ്, ഒരുപാട് ഹൈപ്പ്, അതുപോലെ ഒരുപാട് റേറ്റിങ്ങിലൊക്കെ നിൽക്കുന്നൊരു പ്രൊഡക്റ്റ്. എന്തുകൊണ്ട് എനിക്ക് യൂസ് ചെയ്തുകൂടാ? ഞാൻ കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിച്ചത് കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ യൂസ് ചെയ്തത് മാത്രമല്ല, കുറച്ച് കുഞ്ഞു ബേബി ഹെയർസൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ ശരിക്കും വരുമോ? എനിക്ക് എന്തായാലും തകൃതിയായിട്ട് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിക്കാൻ എനിക്ക് കിട്ടിയ പ്രചോദനം. അതുകൊണ്ടാണ് ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ബേസായിട്ട് അങ്ങോട്ട് പരിചയപ്പെട്ടേക്കാം. ഓക്കെ, ഒരുപാട് ബ്രാൻഡുകൾ റോസ്മേരി വാട്ടർ ഇറക്കിയിട്ടുണ്ട്. ഒരുപാട് ബ്രാൻഡ്, ഫ്ലിപ്പിലാണെങ്കിലും ആമസോണിലാണെങ്കിലും അത്യാവശ്യം ഒരുപാട് ബ്രാൻഡുകൾ. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ നെയിമൊക്കെ നോക്കിയിട്ട് തന്നെ വാങ്ങിക്കാം. ആ പ്രൊഡക്ട്സ് എല്ലാം കംപ്ലീറ്റ്ലി പൊട്ട പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു ആൽഫ ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടറാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ കയറി വാങ്ങിക്കുക. ഇതിപ്പോൾ ഞാൻ പേർപ്പിൾ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ആ ബ്രാൻഡുകളെല്ലാം കൊള്ളാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് ആധികാരികമായി യൂസ് ചെയ്യാതെ അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ കൊള്ളില്ലല്ലോ. നമ്മൾ യൂസ് ചെയ്ത പ്രൊഡക്റ്റും ആ ബ്രാൻഡിനെ കുറിച്ച് മാത്രമാണല്ലോ നമുക്ക് പറയാൻ പാടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ പറയാമെന്ന് വിചാരിച്ചത്. മറ്റ് ബ്രാൻഡുകളെയൊന്നും നമുക്കറിയില്ലല്ലോ. വേറെ സൈറ്റിലൊന്നും നോക്കിയില്ല. ജസ്റ്റ് ഞാൻ ഇതുപോലെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് എല്ലാം പർച്ചേസ് ചെയ്യുന്നത് ഓൾറെഡി പേർപ്പിൾ അല്ലെങ്കിൽ നൈക്കെ എന്നാണ് പർച്ചേസ് ചെയ്യാറ്. ഇപ്പോൾ ആൽഫ ഗുഡ്നസിൻ്റെ ഒക്കെ
പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ അധികം പേർപ്പിളിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേറെ ബ്രാൻഡ്സ് ഒന്നും തപ്പി നടന്നില്ല, വേറെ സൈറ്റിലൊന്നും കയറി നോക്കില്ല, നേരെ അങ്ങോട്ട് പേർപ്പിൾ തന്നെ കയറി അവിടെ തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ നോക്കി. കാരണം എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹെയറിന് അങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല, ഞാനങ്ങനെ വേറെ ഒന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ കുറച്ചുകൂടി റിസ്ക് എടുക്കണ്ടല്ലോ എന്നുള്ള മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ഇതന്നെ എടുത്തത് കേട്ടോ, ഇത് തന്നെ നോക്കി വാങ്ങിച്ചത്. എന്തായാലും നമുക്ക് ഈ ഒരു പ്രൊഡക്ട്സിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ റോസ്മേരി എസൻസും റോസ്മേരി ലീവ്സും ആണ്. പിന്നെ പറയണ്ടല്ലോ, റോസ്മേരി വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റും കൂടി ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പ്രിസർവേറ്റീവ്സ് ഉണ്ട്. ഇതെല്ലാം ആഡ് ആക്കിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കയറി യൂസ് ചെയ്ത് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും റോസ്മേരി വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അറിയുണ്ടാവില്ല. ചില ആളുകളുണ്ട് എന്തെങ്കിലും പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ എന്തൊക്കെയോ കണ്ണും മൂക്കും ഇല്ലാതെ വാരി അങ്ങ് എങ്ങനെയൊക്കെയോ അപ്ലൈ ചെയ്യും, അങ്ങനെയൊക്കെയോ യൂസ് ചെയ്യും, എന്നിട്ട് പറയും അവസാനം റിസൾട്ട് കിട്ടിയില്ല, ഒന്നുമില്ല, കാര്യമില്ല, വെറുതെയാണ്, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയല്ലല്ലോ, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ട് തന്നെ ചെയ്യണം എന്നാണ് എനിക്കൊരു ഡിസിപ്ലിൻ ഉള്ളത്, എങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ യൂസിങ് എങ്ങനെയൊക്കെ നോക്കാം. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് വീക്ക്ലി ടോയ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതായത് ആഴ്ചയിൽ 2 തവണയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളിപ്പോൾ കുളിക്കുന്ന ടൈമിൽ ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷാംപൂ യൂസ് ചെയ്യുക, അതിന് ശേഷമാണല്ലോ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുക. കണ്ടീഷണർ യൂസ് ചെയ്തതിൻ്റെ ശേഷം ഇത് നമ്മൾ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്തതിൻ്റെ ശേഷം ഒരു 15 മിനിറ്റ്സ് അങ്ങനെ വയ്ക്കുക. അതിന് ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കുന്നതാണ് ഒരു മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്നതിന് മുൻപായിട്ട് ഒരു 50 മിനിറ്റ്സ് നമ്മൾ സ്കാൽപ്പിൽ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് വെച്ചിട്ട് ഒരു 50 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാഷ് ചെയ്തെടുക്കാം. ഹെയർ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തെടുക്കാം. അതല്ലാതെ ചിലരുടെയൊക്കെ ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുമ്മാ മണ്ടയ്ക്കോട്ട് അങ്ങ് അടിച്ചു വെച്ചിട്ട് അങ്ങനെ നടക്കാം എന്നുള്ളൊരു ധാരണയാണ്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് വഴിയെ മനസ്സിലാക്കാം. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ നേരത്ത് സ്കാൽപ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ഉറങ്ങാൻ കിടക്കാം. അതായത് സ്പ്രേ ചെയ്ത സ്പോട്ടിൽ തന്നെ, അതായത് സ്പ്രേ ചെയ്തെടുത്ത് ഉടനെ തന്നെ പോയി കിടക്കണ്ട. ഇതൊരു വാട്ടർ ആണല്ലോ, അതൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം കിടന്നുറങ്ങാൻ നോക്കുക. അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ 50 മിനിറ്റ് മുൻപേ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈർപ്പമാണല്ലോ. അപ്പോൾ ആ ഈർപ്പം നമ്മുടെ പില്ലോ കവറിലൊക്കെ ആയിട്ട് നമുക്ക് സ്കാൽപ്പിലൊക്കെ കുറേ ഇച്ച്നെസ്, ചൊറിച്ചിൽ, അങ്ങനെയുള്ള സ്കാൽപ്പ് പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്കാൽപ്പിന് ഇഷ്യൂസൊക്കെ വരാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. കുറച്ച് നേരത്തെ കൂടി അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇത് യൂസ് ചെയ്യുന്നൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാണ്. കാരണം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് റിഫ്രഷ് ആയതിന് ശേഷം വെളിയിൽ പോകാൻ നേരത്ത് ഇത് നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുമല്ലോ. എന്നിട്ട് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പൊല്യൂഷൻ നടക്കുന്ന ടൈമാണ്. അതായത് നമ്മൾ വെളിയിൽ ഒരുപാട് പൊല്യൂഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിനകത്തിട്ട് റോസ്മേരി ഓയിലിൻ്റെ കണ്ടൻറ്റും കൂടി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ ഈ പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കാച്ചപ്പ് ചെയ്യും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊല്യൂഷനും പൊടിയും കാര്യങ്ങളും ഇച്ചിനസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെയറിൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ആയി പിടിക്കും. പിന്നെ നമുക്ക് എന്താ കുറേ ചൊറിച്ചിൽ, താരൻ, അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഇഷ്യൂസ്, റാഷസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ എടുത്ത് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. ചുമ്മാ ഒരു ടാസ്ക് ആയിട്ട് എടുക്കണ്ടല്ലോ, അതിനൊക്കെ നല്ലത് സിമ്പിളായിട്ടുള്ള രീതിക്ക് യൂസ് ചെയ്യാൻ നോക്കുക പരമാവധി. പിന്നെയുണ്ട് ഈ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ട് ചിലരൊക്കെ പറഞ്ഞേക്കാം എനിക്ക് റിസൾട്ട് കിട്ടിയില്ല, അവർക്ക് റിസൾട്ട് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല, നിങ്ങളും യൂസ് ചെയ്യേണ്ട, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക, ഓരോ സ്കാൽപ്പും അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ടെക്സ്ചർ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാൾക്ക് യൂസ് ആയി കൂടാന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് റിസൾട്ട് കിട്ടാതിരിക്കണം എന്നില്ല, എന്നാൽ കിട്ടിക്കോളണം എന്നുമില്ല. ഒരാൾക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ഒരാൾക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടണം എന്നും യാതൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പ് എന്താണ്, നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ എന്താണ്, ഇതൊക്കെ നോക്കിയിട്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ പുറകെ പോയിട്ട് അതൊന്നും യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതും നമ്മുടെ കയ്യിലെ ക്യാഷ് വെറുതെ പോകുന്നതൊക്കെ മാക്സിമം ഒന്ന് ശ്രദ്ധിച്ച് ആലോചിച്ച് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ചിലർക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ സ്കാൽപ്പ് ഭയങ്കര കൂളായിട്ടിരിക്കും, ചിലരുടെ ഭയങ്കര ഹോട്ടായിട്ടിരിക്കും. അതുപോലെ നമ്മുടെ ഹെയറിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി റോസ്മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടാണ്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ
നമ്മുടെ സ്കാൽപ്പും ഹെയറൊക്കെ ഭയങ്കര ഹീറ്റായിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് ആണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ. അന്നേരം ഇത് പ്രവർത്തിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തതിൻ്റെ ശേഷം ഈ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നമ്മൾ പൊട്ടി വിങ്ങിയിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടതാണ് നല്ലത്. ഞാൻ എല്ലാ വീഡിയോക്കകത്തോട്ടും പറയുന്നതാണ്, നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡിക്റ്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മുടികൾ വളരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം, ലൈഫ് ലോങ് കംപ്ലീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുടി നല്ല തിക്കായിട്ട് നിൽക്കും, അല്ലെങ്കിൽ നല്ല കട്ടിക്ക് നിൽക്കും, ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ തെറ്റായ ധാരണയാണ്. എന്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും പയ്യെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പയ്യെ സ്റ്റോപ്പ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഓൾമോസ്റ്റ് ഈ പ്രൊഡക്റ്റിനെ എല്ലാ വിധത്തിലും കവർ ചെയ്തിട്ടുണ്ടെന്ന് ആണ് എൻ്റെ ഒരു ധാരണ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് റിസൾട്ട് കിട്ടിയെന്നായിരിക്കും നിങ്ങൾക്ക് പലർക്കും തോന്നുന്ന ചിന്ത അല്ലേ. എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി ഹെയർസ് വന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഡാൻഡ്രഫ് കുറയും, കുഞ്ഞു ബേബി ഹെയർസ് ഗ്രോത്ത് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന്. എനിക്ക് ശരിക്കും ഞെട്ടിപ്പോയിട്ടുള്ള റിസൾട്ടാണ് കുഞ്ഞു ബേബി ഹെയർസ് വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും അന്തം വിട്ട് പോയി എന്നുള്ളതാണ് സത്യം. ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, ഇത് യൂസ് ചെയ്തിട്ട് വന്നതാണ്. ഞാൻ പോലും ഞെട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ കേട്ടോ, ഒട്ടുമിക്ക ആളുകൾക്കും ഉള്ള പ്രശ്നമാണ് ഇവിടെയൊക്കെ കഷണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ കുറച്ച് തിക്ലെസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ തിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റോസ്മേരി വാട്ടർ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലതാണ്. ശരിക്കും കുഞ്ഞു ബേബി ഹെയർസ് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ ഹെയറിന് കുറച്ച് തിക്ക് കിട്ടുമല്ലോ, അത് നല്ലതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നതിലും പെട്ടെന്നാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. അതിൽ ഞാൻ സോ ഹാപ്പിയാണ്. പിന്നെ ഒരു ദിവസത്തിൽ കൂടുതലൊന്നും നമ്മുടെ ഹെയറിൽ വെച്ചുകൊണ്ടേ ഇരിക്കരുത്. ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിട്ട് കുളിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഗ്യാപ്പ് ഇട്ടിട്ട് തല വാഷ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത്രയും നാളൊന്നും ഹെയറിൽ ഈ റോസ്മേരി വാട്ടർ വെക്കരുത് കേട്ടോ. അതൊക്കെ സ്കാൽപ്പ് ഇഷ്യൂസ് കൂടുതൽ കൂട്ടാനുള്ള ചാൻസ് ഉണ്ട്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ വാഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇനിയിപ്പോൾ കുറേ നാൾ കൂടി അങ്ങനെ സ്കാൽപ്പിൽ തന്നെ വെച്ച് സ്പ്രേ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക, അപ്പം ഹെയർ കുറേ കൂടി ഗ്രോത്ത് ചെയ്യുമെന്നുള്ള തെറ്റായ ചിന്താഗതിയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്കാൽപ്പ് റാഷസും കാര്യങ്ങളും ഡാൻഡ്രഫൊക്കെ വീണ്ടും നമ്മൾ പിടികൂടും. അതിനേക്കാൾ നല്ലത് അത് വാഷ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെറ്ററായ ഓപ്ഷൻ. ഹെയർ ഓൾറെഡി ഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രോത്ത് കുറേ കൂടി സ്പീഡാക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ഇത്തരം പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ആ ഒരു പുഷിങ് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ എന്തായാലും കുറേ കൂടി സ്പീഡിൽ ഗ്രോത്ത് ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീക്ക്ലി 2 തവണ യൂസ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഈ റോസ്മേരി എന്ന് പറഞ്ഞാൽ തന്നെ ആന്റി ബാക്ടീരിയൽ ആണ്, ആന്റി ഫംഗൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയറിന്റെ സ്കാൽപ്പിനെ ഒരുപാട് തന്നെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ റോസ്മേരി വാട്ടർ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ലീഫ് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഭയങ്കര നാച്ചുറലായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സകലമാന ഗുണങ്ങളും നമ്മുടെ സ്കാൽപ്പിലേക്കും ഹെയറിലേക്കും പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഭയങ്കര നാച്ചുറലായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇതിപ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് കുറച്ചൊക്കെ പ്രിസർവേറ്റീവും കാര്യങ്ങളും ചേർക്കുന്നുണ്ടായിരിക്കും. കാരണം ഇത് സ്റ്റോർ ചെയ്തിരിക്കണമല്ലോ. അപ്പോൾ ഇച്ചിരി മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മെനക്കിടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാച്ചുറലായിട്ട് യൂസ് ചെയ്ത് നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആണെന്നാണ് ഞാൻ പറയുക. പിന്നെ കെയർ ചെയ്യാനൊക്കെ ഒരുപാട് സിമ്പിളാണ്, എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ബോട്ടിലെടുത്തിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് എടുക്കേ വേണ്ടൂ. ഇതിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഹെയറിൽ വെക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കൂടുതൽ വെച്ചതുകൊണ്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല, ഹെയറിൻ്റെ ഗ്രോത്ത് നിന്ന് പോവുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്ഥിരമായിട്ടൊരു അഡിക്റ്റ് ആവരുത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പ്രൊഡക്റ്റാണ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, തീർച്ചയായിട്ടും അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. ഡാൻഡ്രഫ് കുറയുന്നുണ്ട്, എയർഫോൾ കുറയുന്നുണ്ട്, ബേബി ഹെയർസ് വരുന്നുണ്ട്, ഹെയറിന് അത്യാവശ്യം നല്ല ഗ്രോത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ ഈ പേഴ്സണൽ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടി യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. പയ്യെ യൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ റിവ്യൂ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ എന്താ പറയുള്ളത്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ജസ്റ്റ് ഇതുപോലൊരു ചാനലുണ്ട്, കുട്ടി ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതുപോലൊരു സുന്ദരി കുട്ടി വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ എവിടെയെങ്കിലൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഹെൽപ്പുകളൊക്കെ ചെയ്യാൻ നിങ്ങളും ശ്രദ്ധിക്കുക. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്നോ അത് നോക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ. മാക്സിമം കവറപ്പ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും ജസ്റ്റ് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി പ്രൊഡക്ട്സിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്
ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും വരെ സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ ബൈ.